എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം വരും അല്ലേ? എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. കൂടെയുള്ളത് അഞ്ജുവാണ്. നമ്മുടെ ചാനലിൽ 600 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും 1000 നന്ദി പറയാണ്. കാരണം ഈ ഒരു 600 പേരെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് 6 ലക്ഷം പേര് തന്നെയാണ്. ഇത്രയും പേരുടെ സപ്പോർട്ടും ക്ഷമയും അവരത് വീഡിയോസ് ഒക്കെ കാണാനും ഒക്കെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയധികം ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇനി തുടർന്നുള്ള യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടാവണമെന്നും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ആ ഒരു ദിവസത്തിൽ ആ ഒരു സന്തോഷത്തിൽ നല്ലൊരു വീഡിയോ ആയിട്ട് എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് പ്രകാരമാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഞാൻ ചെറിയ റൂം ടൂറിൻ്റെ കുഞ്ഞു ക്ലിപ്പുകൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നീ ചെയ്യുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. അതിൻ്റെ കുറച്ച് പോർഷനൊക്കെ കണ്ടിട്ട് വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് എന്താണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ആ ഒരു സംശയങ്ങളെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മേക്ക് ഓവറാണ്. കാരണം ഈ സമയത്തൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പനിയായി ഞാൻ കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്നാലും എൻ്റെ കൂടെ എല്ലാത്തിനും ഈ പറയുന്ന പോലെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എതുക്കൂട്ടം കൂടെയുണ്ട്. എതുക്കൂട്ടനാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി അവനത് എടുക്കുവാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവനവിടെ ഫോണും എല്ലാം എവിടെയൊക്കെയോ കിടക്കുമായിരുന്നു. ഫുള്ള് റൂം മാറിയും തിരിഞ്ഞും ഒക്കെ കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ ഇതുപോലെ അവിടെ ഇരുന്ന് ഓരോന്ന് എടുത്തിട്ട് ലാസ്റ്റാണ് എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോൾ കാണിച്ച സമയത്ത് ഓക്കെ എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലൊരു മേക്ക് ഓവർ വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്രദമാകും എന്നെനിക്കപ്പോൾ തോന്നി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും ഈ ഒരു കാര്യത്തിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റൂം മേക്ക് ഓവർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാൾപേപ്പർ വെച്ചിട്ടാണ് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എങ്ങനെയാണ് ഈ വാൾപേപ്പർ, വാൾ സ്റ്റിക്കറും വാൾപേപ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഒരിക്കലും വാൾപേപ്പർ അല്ല ഈ വാൾ സ്റ്റിക്കർ എന്ന് പറയുന്നത്. വാൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് സ്റ്റിക്കർ ഫോമിൽ കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ട്രീ അല്ലെങ്കിൽ മയിൽപ്പീലി അല്ലെങ്കിൽ ഏതെങ്കിലും ഗോഡിൻ്റെ പിക്ക്, സ്റ്റാർസ്, അങ്ങനെ നമ്മൾ ഉള്ള ഒരു വാളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടി ഡിസൈൻ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ വാൾ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ വാൾ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പേസിനെ ഫുള്ളായിട്ട് നമുക്ക് കവേർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാൾ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ വാൾ പേപ്പേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ് പല സാധനങ്ങളും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ തന്നെ ഇത് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, ഇത് എത്ര രൂപ മുതൽ ഉണ്ടെന്നുള്ളതാണ്. 100 രൂപയ്ക്ക് താഴെ മുതൽ 100 രൂപയ്ക്ക് മുകളിലേക്ക് ഇതിന്റെ റേറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരെണ്ണം ഒഴികെ ബാക്കി 3 വാൾപേപ്പർ ആണ് ഞാനിപ്പോൾ എൻ്റെ റൂം മേക്ക് ഓവറിനായിട്ട് ചൂസ് ചെയ്തത്. അതിൽ 2 എണ്ണം 100 രൂപയ്ക്ക് താഴെയും അതിൽ ഒരെണ്ണം 100 രൂപയ്ക്ക് മുകളിലുമാണ്. അപ്പോൾ അത് എത്രയാണ് റേറ്റ് എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മേക്ക് ഓവറിന്റെ പിന്നിൽ വാൾപേപ്പേഴ്സ് തന്നെയാണ്. ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 87 രൂപയോ അങ്ങനെ 100 രൂപയ്ക്ക് താഴെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ക്വയർ ഡിസൈൻ ഉണ്ട്, അതും ഇതുപോലെ ഈ ഒരു റേറ്റിന് ആയതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് 199 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അതിൽ ഈ ഞാൻ ചെയ്തതിൽ റേറ്റ് ഉള്ള ഒരു വാൾപേപ്പർ അതാണ്. ഇനി അടുത്തൊരു സംഭവം, നമുക്കിത് ഒട്ടിക്കാനായിട്ട് സെൽഫായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ റൂമിനോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പേസിനോ നമുക്കൊരു മേക്ക് ഓവർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ മറ്റൊരാളുടെ ഹെൽപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ഡെഡിക്കേഷനും കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ഫുള്ള് ഒരു മേക്ക് ഓവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു സംശയമാണ്, ഈ വാൾപേപ്പറിന് നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ നമുക്ക് ഗമ്മൊക്കെ ആവശ്യമാണോ, പശയൊക്കെ ചേർത്തിട്ട് വേണോ ഇത് ഒട്ടിക്കാൻ എന്നുള്ളത്. ഒരിക്കലും അല്ല. നമ്മുടെ ഈ വാൾപേപ്പറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഇരുന്ന ഷീറ്റാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു സാധനം കേട്ടോ, നമ്മൾ ഈ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കില്ലേ അതുപോലെ ഒരു ഷീറ്റാണ് ഇത്. നമുക്കിങ്ങനെ മാറ്റിയ ശേഷം ഇതുപോലെ ഈ ഒരു വൈറ്റ് ഷീറ്റ് നമുക്ക് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു സംഭവം മാറ്റുന്ന പോലെ നമുക്ക് ഇത് മാറ്റിയ ശേഷം ഇത് നമുക്ക്
വാളിൽ ഫിക്സ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുള്ള വാളിൽ എന്നുള്ളതാണ്. അതായത് റഫ് ആയിട്ടുള്ള വാളിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കധികം സക്സസ് ആവുമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാൾ എന്ന് പറയുന്നത് നീറ്റ് ആയിരിക്കണം. അത് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് തുടച്ച് പൊടികളൊക്കെ മാറ്റി നല്ല വൃത്തിയായതിനു ശേഷം മാത്രം നിങ്ങൾ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേരുടെ ഒരു ഹെൽപ്പൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ഹൈറ്റ് ഉള്ള ഒരു ഏണിയും, നിങ്ങളുടെ റൂമിന്റെ ഹൈറ്റ് അനുസരിച്ചൊരു ഏണിയും, അതുപോലെ തന്നെ ഒരു കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തുണിയും കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കിതെല്ലാം ഒട്ടിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര റേറ്റ് ആവുമെന്നുള്ളതാണ്. ഒരിക്കലും അല്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന വാൾപേപ്പറിനനുസരിച്ചാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, എനിക്ക് സ്ട്രൈപ്പ് ഡിസൈൻസ്, ഡ്രാമ ഒരു ഫീലൊക്കെ റൂമിന് വേണം, ഒരു ഫെയ്ഡഡ് ഷെയ്ഡ്സിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തത് ആ ടൈപ്പ് വാൾപേപ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 100-ന് താഴെയായിരുന്നു. അതുപോലെ അതിൽ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ 199 ആണ് ഒരു ഇതുപോലുള്ള ഒരു റോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ആയിട്ട് ഇതിന് റേറ്റ് കുറവായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ച സമയത്ത് ഇതിൻ്റെ റേറ്റ് കൂടുതലായിരുന്നു. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാൾപേപ്പർ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. വാൾപേപ്പർ റൂമിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിന്റെ ഷേപ്പും അതുപോലെ തന്നെ റൂമിന്റെ സ്പേസ് നോക്കിയിട്ട് വേണം വാൾപേപ്പർ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ റൂമിലെന്ന് പറഞ്ഞാൽ 2 വശത്തായിട്ട് ജനാലകളുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ലൈറ്റ് നമ്മുടെ റൂമിലോട്ട് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിക്ക ഷെയ്ഡുകളും ഉപയോഗിക്കാം. പക്ഷേ എനിക്കൊരു ബ്ലൂവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ട്രൈപ്പ് ഡിസൈനോടാണ് എനിക്ക് താല്പര്യം. കുറച്ച് ഫെയ്ഡ് ഷെയ്ഡ് വേണം എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനത്തെ ഷെയ്ഡുകളാണ് എൻ്റെ റൂമിൽ ഞാൻ മേക്ക് ഓവറിനായിട്ട് അതിൽ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ റൂമിന് എത്ര സ്പേസ് ഉണ്ട്, കുഞ്ഞു റൂം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാർക്ക് ആൻഡ് ഷെയ്ഡ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ റൂം കുറച്ചും കൂടി വലുതും കുറച്ചും കൂടി ലൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി സ്ട്രൈപ്പ് ഡിസൈൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രൈപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റൂം ആണെങ്കിൽ പോലും വളരെ വലിയ റൂമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഡിസൈനാണ് ഈ ലൈൻ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര വിട്ട് ഉള്ള പോലെ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ഉള്ള പോലെ നമുക്ക് റൂം ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് സ്പേസ് പോലും വളരെ ബിഗ് ആയിട്ട് നമുക്ക് തോന്നാനായിട്ട് സ്ട്രൈപ്പ് ഡിസൈൻ സഹായിക്കും. അതുപോലെ ഹൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് ഈ സ്ട്രൈപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള ലൈൻ ഡിസൈനോടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഡിസൈൻ ചൂസ് ചെയ്തത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ വലിപ്പമൊക്കെ നോക്കിയ ശേഷം അതിനകത്ത് ലൈറ്റ് എത്രത്തോളം എത്തുന്നു എന്നതൊക്കെ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ വാൾപേപ്പർ സെലക്ട് ചെയ്യുക. ഇനി ഈ വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മീഷോ ആണെങ്കിലും പറയുന്നില്ല നിങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 500 രൂപയ്ക്കുള്ള വാൾപേപ്പർ വാങ്ങൂ പ്ലീസ് എന്ന് പറയുന്നില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് ചൂസ് ചെയ്യാം. നമ്മുടെ ബജറ്റ് എത്രയാണോ അതനുസരിച്ച് നമുക്ക് ഇത് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം വരും, ചുമ്മാ ഇങ്ങനെ വാൾപേപ്പർ വാരി ഒട്ടിക്കുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് പെയിന്റ് അടിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ സിംഗിൾ ഷെയ്ഡ് പെയിന്റ് അടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എന്നാൽ ഇതുപോലുള്ള ഒരുപാട് മൾട്ടി ഷെയ്ഡുകൾ നമുക്ക് പെയിന്റിലും ചെയ്യാൻ പറ്റും. പക്ഷേ അത് എല്ലായിടത്തും സാധ്യമായിട്ടുള്ള കാര്യമല്ല. എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ വാൾപേപ്പേഴ്സിനെക്കാളും റേറ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാൾപേപ്പറാണ് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ വാൾപേപ്പർ ഒട്ടിക്കുന്നവർ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളിത് ഒട്ടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് വലിച്ചിളക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദയവ് ചെയ്ത് വാൾപേപ്പറിലോട്ട് കടക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പാടുണ്ട്. ഈ ഒരു റൂം മൊത്തം ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 3 ദിവസമാണ് വേണ്ടി വന്നത്. ആ 3 ദിവസം ഫുൾ ഡേ ആണ്. ഞാൻ രാവിലെ ഒരു 9:30-10 മണിയായപ്പോൾ തുടങ്ങിയ സംഭവം വൈകുന്നേരം ഒരു 9 മണിയോടുകൂടിയാണ് ഒരു ദിവസത്തെ ഒരു സംഭവം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇതിനിടയിൽ കഴിക്കാനും പല പല കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 3 ദിവസം കൊണ്ടാണ് ഞാൻ ഈ റൂം ഫുള്ള് എടുത്തത്. അത് മാത്രമല്ല, ഈ സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ബെഡ് റെസ്റ്റ് പറഞ്ഞ ഒരു സമയത്താണ് എനിക്കൊരു പോസിറ്റീവ് എനർജി വേണമെന്നുള്ള രീതിയിൽ ഞാനൊരു മേക്ക് ഓവറിന് തയ്യാറായത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ കിടപ്പാവും, എന്തായാലും ഈ ഒരു കാര്യത്തിന് പോകരുത്, കുറച്ചൊന്ന് തല പൊക്കി തുടങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ അതിന് മുന്നേ ആയിട്ടൊരു മെസ്സേജ് രീതിയിലാണ് റൂം എല്ലാം കിടന്നത്. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എനർജി വന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ റൂമാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്പേസ് ഏതാണത്, കുഞ്ഞായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾക്കൊരു മേക്ക് ഓവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളിലുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മേക്ക് ഓവർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വാൾപേപ്പർ നമുക്ക് ഒട്ടിച്ച് ഒരു മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ തലയിലോട്ട് ഒതുക്കുന്നത് എന്നുള്ളത്. ഞാനൊരു സലൂണിൽ പോയ സമയത്ത് ആ സലൂണിൻ്റെ വാളിൽ ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്ന കണ്ടിട്ടാണ് എനിക്കതൊരു ഇൻസ്പയർഡ് ആവുന്നത്.
അങ്ങനെ ഞാനതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ ആമസോണിലൊക്കെ തന്നെ നമ്മളിങ്ങനെ പിക്കിട്ടിട്ട് നോക്കുമല്ലോ. അങ്ങനെ ചെയ്ത സമയത്താണ് എനിക്ക് ഈ വാൾപേപ്പറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതും. അങ്ങനെയാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ റൂം ആദ്യം ഒരു കുഞ്ഞു റൂമായിരുന്നു വീട്ടിലെ. അപ്പോൾ ആ റൂം ഞാൻ മൊത്തം മാറ്റിയത്. പക്ഷേ അത് പിന്നീട് അത് ഫുള്ള് ഇവിടെ വീടിൻ്റെ പൊസിഷനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നപ്പോഴത്തേക്ക് റൂമിലുള്ള എല്ലാ സാധനങ്ങളും അച്ഛൻ എടുത്ത് മാറ്റിയായിരുന്നു. അതിനുശേഷം പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, മേലാൽ വാൾപേപ്പർ വീട്ടിൽ ഒട്ടിക്കരുത് എന്നുള്ളത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒട്ടിച്ചു. അപ്പോൾ ചേച്ചനോട് ചോദിച്ചിട്ട് തന്നെ കേട്ടോ, അല്ല കൊണ്ടുവന്ന ശേഷം അച്ഛൻ അറിയുന്നത്. എന്നാൽ പോലും ഇറങ്ങുവാനൊന്നുമില്ല, കുറേ പറഞ്ഞു, അത് എനിക്ക് കേട്ടു. എന്നാലും ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം അത് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇത്രയും സംശയങ്ങളാണ് പൊതുവായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളർ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ 2 സൈഡിലായിട്ട് ജനാലകളുണ്ട്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം ലൈറ്റ് ഉണ്ട് റൂമിൽ. അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കളേഴ്സാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേക്ക് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് 2-3 പേര് എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു എന്ന് അങ്ങനെ നമ്മൾ തള്ളി മറിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ 2-3 പേര് ഇതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചതുകൊണ്ട് ഇതിന് ഉത്തരം പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 വാൾപേപ്പറാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ ഈ 3 വാൾപേപ്പറിൽ എനിക്ക് ഫസ്റ്റ് തൊട്ടേ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചൊരു വാൾപേപ്പറാണ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിങ്ക് ഷെയ്ഡ് വാൾപേപ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ റൂമിൽ ഈ പിങ്ക് ഒട്ടിച്ച സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഒരു പോർഷൻ ഒട്ടിച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ അതിന് മുന്നേ ഒട്ടിച്ച വാൾപേപ്പർ ഇതിനേക്കാളും കുറച്ചും കൂടി കളറ് ഉള്ള നല്ല രസമായിട്ടിരിക്കുന്ന വാൾപേപ്പർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് വന്നപ്പോഴത്തേക്കും ഇതൊരു രസമില്ലാന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇത് ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഈ ബ്ലൂ ഷെയ്ഡ്, ഇവിടെയുള്ള ഈ 3 ഡിസൈൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പറാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് റൂം ടൂറായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഈ റൂമിൽ 4 വാളാണുള്ളത്. 4 വാളിലും 4 രീതിയിലാണ് ഞാനത് ഒട്ടിച്ചിരിക്കുന്നത്. അത് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഡോറിന്ന് തുടങ്ങി അത് കഴിഞ്ഞത് ഈ കോർണറിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ 2 രീതിയിലാണ്. അതായത് ആദ്യത്തെ ബ്ലോക്ക് ഡിസൈൻ, അത് കഴിഞ്ഞ് ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ ടെഡിയെയും വീണയും അങ്ങനെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോർണർ സൈഡാണിത്. അത് കഴിഞ്ഞ് നമ്മുടെ ജനാലയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ബെഡാണ്. ബെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിൻ്റെ സൈഡ് തൊട്ട് ഞാൻ ആ ബ്ലോക്ക് ഡിസൈനാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മുകളിൽ ഉള്ളൊരു സ്പേസ്. ആക്ച്വലി അതൊരു ചെറിയ സ്പേസാണ്. ഇതിന് മുന്നേ ആയിട്ട് അവിടെ നിറയെ ബുക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ വരുന്ന സമയത്ത് എൻ്റെ ബുക്കുകൾ മൊത്തം നിറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കുകളൊക്കെ തന്നെ ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കും പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് അടുക്കി വെച്ചപ്പോഴുണ്ടല്ലോ ഇനിയും അവിടെ ബുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ. പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം ബാക്കി വന്ന വാൾപേപ്പറും അതെല്ലാം കൂടി ഞാൻ ആ മുകളിലത്തെ ആ ഒരു സ്റ്റോറേജ് സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അലമാര, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ബുക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ റൂം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റൂം ടൂർ കാണിച്ചപ്പോൾ കുറേയധികം ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. പശുവിൻ്റെ ശബ്ദം, പട്ടിയുടെ ശബ്ദം, ആൾക്കാരുടെ ശബ്ദം. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പുറത്ത് പശുക്കളുണ്ട്, പട്ടിയുണ്ട്. എല്ലാവരുടെ ശബ്ദവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റൂം ടൂറിൽ നിങ്ങൾക്ക് എൻ്റെ റൂമും അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഈ കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും 1000 നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് 1000 നന്ദി പറയുകയാണ്. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. അപ്പോൾ അതെന്തായാലും തുടർന്നുണ്ടാവുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് എല്ലാം തന്നെ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു കോണ്ടന്റുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.